കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഓണം സ്പെഷ്യൽ 2 റെസിപ്പീസ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. സദ്യകൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സാമ്പാർ, ഒഴിച്ചുകറി, അവിയൽ, തോരൻ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറയാം. സാമ്പാറിനൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണ് ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. ആദ്യം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറയാം. സാമ്പാർ, കാബേജ് തോരൻ, പരിപ്പ് കറി, അവിയൽ. ആദ്യം ഒരു 3 ഇഞ്ച് നീളത്തിൽ അധികം വണ്ണമില്ലാതെ കുറച്ച് നീളത്തിൽ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോ കഷ്ണങ്ങളായി ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരു തരിതരിപ്പായിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അരച്ച് വെച്ചേക്കുന്ന കൂട്ട് നമ്മൾ അവിയലിലെടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും അല്പം പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും അത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അതിൽ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ചേർക്കാവുള്ളൂ. ആദ്യമേ വെള്ളം ചേർത്താൽ ചിലപ്പോൾ വെള്ളം കൂടി പോകും. പിന്നെ അവിയൽ നമുക്ക് സമയത്തിന് വറ്റി വരികയില്ല. അപ്പോൾ അതിലല്പം വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അവസാനം നമ്മൾ അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് വേകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അവിയൽ വെച്ചതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ടാവും. മൺചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയിട്ട് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അവിയൽ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ പാകമാണ്. ഒരുപാട് എരിവില്ല. നമുക്കിത് മാറ്റി വെച്ച ശേഷം നമുക്കിനി അടുത്ത് സാമ്പാറിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാം. സാമ്പാറിന് അരിയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ക്യൂബ്സ് ആയിട്ടാണ് അത് അരിഞ്ഞെടുക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വേണം നമ്മൾ സാമ്പാറിന് അരിഞ്ഞെടുക്കാൻ. അത് ഞാൻ മൺചട്ടി തന്നെയാണ് വയ്ക്കുന്നത്. കുറച്ചൊരു വലിയൊരു മൺപാത്രത്തിലേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 പച്ചമുളക്, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇടാം. 1-2 പച്ചമുളകും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടണം. അതിൻ്റെ കൂടെ അല്പം വെള്ളം ഒഴിച്ചിട്ട് പുളി, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും ഒരല്പം ഉപ്പും ചേർത്തിട്ട് നമ്മളിത് ആദ്യം വേവിച്ചെടുക്കണം. ഓരോരുത്തർ പല രീതിയിൽ സാമ്പാർ വയ്ക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാമ്പാർ കേടായി പോവില്ല. അത് നമുക്ക് ആ മസാലക്കൂട്ട് തയ്യാറാക്കുന്ന രീതി കൊണ്ടാണ് അത് വ്യത്യസ്തമായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ വെജിറ്റബിൾ വെച്ചിട്ട് അത് നന്നായിട്ടതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെന്തതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്കായും ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. ഇത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന പയറുപരിപ്പാണ്. ഇത് പയറുപരിപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ്, അതാണ് വേവിച്ച് വെച്ചാൽ നേരത്തെ വേവിച്ച് വെച്ചതുകൊണ്ട് സെറ്റായി പോയതാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറിയിലേക്ക് ഈ പരിപ്പിൻ്റെ കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒത്തൊന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലിടാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് നമ്മൾ കടുക് താളിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ സാമ്പാറിൻ്റെ മസാല വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. 2.5 ടീസ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞു പോയാൽ സാമ്പാറിന് ഒരു രുചി ഉണ്ടാവില്ല. ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ബ്രാൻഡഡ് മസാലകളൊന്നും അല്ല ഉപയോഗിക്കുന്നത്. വീട്ടിൽ തന്നെ ആവശ്യത്തിന് പൊടിച്ചെടുത്തിട്ടുള്ള മല്ലിയും മുളകുമാണ്. ഇത് പ്രത്യേക ഒരു മണവും രുചിയാണ്. സാധാരണ നമ്മൾ ബ്രാൻഡഡ് ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടാവശ്യത്തേക്ക് നമ്മൾ കുറച്ച് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും തന്നെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിലേക്കുള്ള പുളി, നേരത്തെ നമ്മൾ പുളി ചേർത്തതാണ്, അത് നോക്കിയതിന് ശേഷം മാത്രം പുളി ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങ വലിപ്പത്തിലേക്കുള്ള പുളിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ പരിപ്പിൻ്റെ കൂട്ട്, സാമ്പാറിൻ്റെ പരിപ്പിൻ്റെ കൂട്ട്, അതിലേക്ക് നമ്മൾ ഈ മസാലയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മളൊന്ന് വഴറ്റിയെടുത്തത് കൊണ്ട് പെട്ടെന്ന് ഇത് കേടാവുകയേ ഇല്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതാണ് ഞങ്ങളുടെ ഇവിടെ സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ള സാമ്പാർ. സ്പെഷ്യലാണിത്. അതിനൊരു പ്രത്യേക മണവും രുചിയാണ്. ഞാൻ നേരത്തെ എടുത്ത സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കളറുണ്ട്, നല്ല തിളച്ചിട്ട് നല്ല മണം വന്നു തുടങ്ങി. പലരും പല രീതിയിൽ സാമ്പാർ വയ്ക്കാറുണ്ട്. എന്നാലും ഇങ്ങനെ വയ്ക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക മണവും രുചിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാനുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ,
തേങ്ങ, കറിവേപ്പില ഇത് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു മൺചട്ടിയിൽ നമ്മൾ കടുക് താളിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന പയറുപരിപ്പ്, അതൊരു 100 ഗ്രാം പയറുപരിപ്പുണ്ട്. നന്നായിട്ട് വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചതാണ്. അത് നമ്മുടെ ഈ കടുക് താളിച്ച ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടി അരച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചിട്ട്, ഒരുപാട് തിളച്ച് പോകരുത്, എങ്കിൽ കറി ഒരുമാതിരി ലൂസായി പോകും. അതിലേക്ക് നമ്മളൊരല്പം പുളി കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം തിള വരുമ്പോൾ, അതെന്ന് വെച്ചാൽ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നാൽ മതി. കാരണം നേരത്തെ പരിപ്പ് വെന്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വീണ്ടും വേകേണ്ട ആവശ്യമില്ല. നമ്മുടെ പരിപ്പ് കടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ക്യാബേജിൻ്റെ കഷ്ണങ്ങളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് തന്നെ നമ്മൾ ഒരു 1-2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ഒരു കുഞ്ഞ് ഇഞ്ചി ചെറിയതായിട്ടൊന്ന് നുറുക്കിയും കൂടി ഇട്ട് കൊടുക്കണം. ഇഞ്ചി കൂടി ഇടുമ്പോൾ ക്യാബേജിന് ഒരു പ്രത്യേക മണമാണ്. അതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ചേർക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒരു മീഡിയം തീയിൽ ഒരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. ഇപ്പം നമ്മുടെ ഏകദേശം ക്യാബേജ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉള്ളെല്ലാം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചല്ല തേങ്ങ ചേർക്കുന്നത്, ചെറുതായിട്ട് ചുരണ്ടിയ തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടിയും ജീരകവും ചതച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓണം സ്പെഷ്യൽ 3ാമത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ ഓണം സ്പെഷ്യൽ വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ടേക്ക് കെയർ. ബൈ.